ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സപ്താഹത്തോട് അനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് OK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AP പുരുഷോത്തമൻ പിള്ള സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ സത്യനാഥ മാധവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. OS സതീഷ് കൊടകര മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണൻ എന്ന നാമം കേൾക്കുന്ന മാത്രയിൽ ആനന്ദത്തിന്റെ ഓളമാണ് മനസ്സിൽ. മറ്റേതൊരു ദേവതാഭാവത്തെക്കാളും അധികം നമ്മുടെ മനസ്സിൽ സ്നേഹവും സമ്പന്നമായ ആഹ്ലാദവുമെല്ലാം നൽകാൻ സാധിക്കുന്ന സർവേശ്വരൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ പ്രപഞ്ച പരിപാലകനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പൂർണ്ണാവതാരം, പൂർണ്ണ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുക. നമ്മളെല്ലാവരും ശ്രീകൃഷ്ണനെ ഈ വിധത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ പൂർണ്ണ പുരുഷോത്തമൻ എന്നും പൂർണ്ണാവതാരം എന്നും വിളിക്കാനുള്ള കാരണം? ആ കാരണം രണ്ട് കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെ, ദേഹം സ്വീകരിച്ചത് മുതൽ ദേഹത്യാഗം വരെയുള്ള പരിപൂർണമായ ജീവചരിതവും നമുക്ക് ലഭ്യമാണ്. പൂർണ്ണമായ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ശ്രീകൃഷ്ണനെ നമ്മൾ പൂർണ്ണാവതാരം, പൂർണ്ണ പുരുഷോത്തമൻ എന്ന് വിളിക്കാനുള്ള കാരണം. ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി KS രാധാകൃഷ്ണൻ നായർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഭാഗവതം മയുഗം ബ്രഹ്മശ്രീ തത്തനംപിള്ള കൃഷ്ണ അയ്യരാണ് യജ്ഞ ആചാര്യൻ. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 6 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.